ഹാനോക്ക് സാധാരണ ഒരു ജീവിതം നയിച്ചൊരു മനുഷ്യൻ. തനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ജീവിതം നയിച്ചൊരു മനുഷ്യൻ. അവനെക്കുറിച്ച് വചനം പറയുകയാണ്, ഹാനോക്ക് വിശ്വസ്തയോടെ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ. എങ്ങനെ എടുത്തു? ആത്മാവിൽ മാത്രമല്ല. കൂടുതലും മനുഷ്യരെ ദൈവം എടുക്കുന്നത് ആത്മാവിൽ മാത്രമാണ്. ശരീരത്തെ ഭൂമിയിൽ തന്നെ ഇട്ടേക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ളതാണ് അവർക്ക് ബാധകം. എന്നാൽ അല്പം കൂടെ ദൈവത്തോട് അടുത്തപ്പോൾ ഹാനോക്കിന് അത് ബാധകമായി വന്നില്ല. അവന്റെ ശരീരം പോലും മണ്ണോട് ചേരുവാൻ ദൈവം വിട്ടില്ല. ശരീരത്തോടെ ഹാനോക്കിനെ രൂപാന്തരപ്പെടുത്തി. അവൻ ഒരു രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തെ ദൈവം ഹാനോക്കിന് കൊടുത്തു. ശരീരത്തോട് കൂടെ ദൈവം ഹാനോക്കിനെ എടുത്തു. എത്ര മഹത്വകരമായ അനുഭവം! നമ്മളിത് ധ്യാനിക്കുമ്പോൾ ഇതൊരു കഥയായി കേട്ടുകൊണ്ടിരിക്കുവാനല്ല, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മിൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്താഗ്രഹം ഉണ്ടാകണം? എനിക്കും അതുപോലെ എടുക്കപ്പെടണം, എനിക്കും ദൈവത്തോട് കൂടെ നടക്കണം എന്നൊരു ആഗ്രഹമുണ്ടാകണം. വചനം നമ്മൾ ധ്യാനിച്ച് അതിനനുസരിച്ച് ഒരു രൂപാന്തരം നമ്മിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കരുത്. സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാം, സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വങ്ങളെ ഈ നാളുകൾ കാണും, ഈ തലമുറ കാണും.